പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കുറച്ച് വർഷത്തേക്ക് സേവ് ചെയ്ത് വയ്ക്കാമോ? അടുത്ത 5 വർഷത്തേക്ക് സൂക്ഷിച്ചു വെച്ചാൽ അത്രയും നല്ലത്. കാരണം ഈ വീഡിയോയിൽ ഞാൻ എടുത്തു കാട്ടുന്നത് കേരളത്തിലെ 3 മുന്നണികളുടെയും പ്രകടന പത്രികകളാണ്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF, UDF, NDA മുന്നണികൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തിയുള്ള ഉറപ്പുകളാകുമ്പോൾ അത് നടപ്പാക്കണമല്ലോ, അത് നമുക്കൊന്ന് കാണണമല്ലോ. ആര് ജയിച്ചു വന്നാലും അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കി വീണ്ടും വാഗ്ദാനങ്ങളുമായി ഇറങ്ങുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയണം. അതിനാണ് ഈ വീഡിയോ സേവ് ചെയ്തു വെക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. 2ാം LDF സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കിയ പ്രോഗ്രസ് കാർഡ്, അതിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? ശരി, കൂടുതൽ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് LDF പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. LDF ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പരമപ്രധാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5 ലക്ഷം കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം വിട്ടൊഴിഞ്ഞിട്ടില്ല എന്ന വ്യക്തമായ സൂചന ഇതിലുണ്ട്. ഇനി പെൻഷനാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കും. ഈ വാഗ്ദാനം കേട്ട് പ്രതീക്ഷ കൊള്ളുകയാണ് പാവപ്പെട്ടവർ. ആരോഗ്യകാര്യമോ? സാർവത്രിക ആരോഗ്യ ഇൻഷുറൻസ്. വിശദമായി പറഞ്ഞാൽ സാർവത്രിക ആരോഗ്യ പരിരക്ഷാ മോഡലിന് കീഴിൽ പരിധിയില്ലാത്ത ചികിത്സയും പ്രതിരോധ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കും. അതുപോലെ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡ്. തൊഴിലില്ലാത്തവർക്കായി സുന്ദര വാഗ്ദാനങ്ങൾ. ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ. വീട്ടമ്മമാരെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. അവർക്കായി 20 ലക്ഷം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക. അടിസ്ഥാന സൗകര്യത്തിന് കാര്യമായ ഊന്നലുണ്ട്. കെയറയിൽ, അതായത് സിൽവർ ലൈൻ, കൊച്ചി കോഴിക്കോട് മെട്രോകളുടെ വികസനം എന്നിവ നമുക്ക് സ്വപ്നം കാണാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് 2031 10,000 കോടി രൂപയായി ഉയർത്തുമെന്നും പറയുന്നു. ഇനി 10 വർഷമായി അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട UDF എന്തൊക്കെ നൽകുമെന്ന് പറയുന്നു. അതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമുള്ളതിനാൽ അവരുടെ വാഗ്ദാനങ്ങൾക്ക് വലുപ്പമേറും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിന് കേരളത്തിൽ ഇപ്പോഴും വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പെൻഷൻ, എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയാക്കാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഈ പെൻഷനുകൾ നിയമപരമായ അവകാശമാക്കും എന്നതാണ്. ഇനി പ്രത്യക്ഷത്തിലുള്ള സൗജന്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. അങ്ങനെ സ്ത്രീ സമൂഹത്തെ പ്രത്യേകമായി പരിഗണിക്കുന്നു. സാധാരണക്കാരുടെ കീശയിലേക്ക് നേരിട്ട് പണമെത്തിക്കുന്ന പദ്ധതികൾക്കാണ് UDF മുൻഗണന നൽകുന്നത്. ആരോഗ്യകാര്യത്തിൽ എന്താണ് UDFന്റെ ഉറപ്പ്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 25 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പു നൽകുന്നത്. ആശാവർക്കർമാർക്ക് 700 രൂപ പ്രതിദിന വേതനം. ജിപ്മർ മാതൃകയിൽ നോബിൽ, അതായത് സൗജന്യ ആശുപത്രികൾ സ്ഥാപിക്കും. കൃഷിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ട്. പ്രത്യേകിച്ച് റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ തറവില ഉറപ്പുവരുത്തും. അങ്ങനെ റബ്ബർ കർഷകരുടെ ദീർഘകാല ആവശ്യം പരിഗണിക്കുകയാണ്. സിയാൽ മാതൃകയിൽ റബ്ബർ കമ്പനി രൂപീകരിക്കും. UDF, LDF ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്ന സിൽവർ ലൈൻ പദ്ധതി. LDF ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പറയുമ്പോൾ സിൽവർ ലൈൻ പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന് UDF തറപ്പിച്ചു പറയുന്നു. ഇതിനായി ഏറ്റെടുത്ത ഭൂമി വിട്ടു നൽകുമെന്നും പ്രഖ്യാപിച്ചു. പിന്നെ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കും. കേരളത്തിൽ പിടിമുറുക്കാൻ ലക്ഷ്യമിടുന്ന NDA വികസനവും സ്വകാര്യ പങ്കാളിത്തവുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര പദ്ധതികളുടെ കരുത്തെടുത്തു കാട്ടാനാണ് ശ്രമം. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹായം വേണമെന്നാണ് അവരുടെ വാദം. പെൻഷൻ കാര്യം ഇവരുടെ വാഗ്ദാനങ്ങളിലുണ്ട്. അർഹരായവർക്ക്, അതായത് 70 വയസ്സ് കഴിഞ്ഞവർ, വിധവകൾ എന്നിവർ 3000 രൂപ പെൻഷൻ അനുവദിക്കും. സൗജന്യങ്ങളും എണ്ണി പറയുന്നുണ്ട്. വർഷത്തിൽ 2 സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ, പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം.
കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമായ എയിംസ് സ്ഥാപിക്കുമെന്നതാണ് ആരോഗ്യരംഗത്ത് നൽകുന്ന സുപ്രധാന വാഗ്ദാനം. കോഴിക്കോടിനെ ഒരു മെഡിക്കൽ ഹബ്ബായി വികസിപ്പിക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി വിപുലീകരിക്കും. കൃഷികാര്യത്തിൽ റബ്ബറിന് തന്നെയാണ് പ്രോത്സാഹനം. റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിക്കും. എന്നിട്ട് വർഷം തോറും 5% വർധനവും നടപ്പാക്കും. പുതിയ വ്യവസായങ്ങൾക്കായി കുറഞ്ഞ പലിശയിൽ ലോണുകൾ നൽകും. വികസന വിഷയത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഹൈസ്പീഡ് റെയിൽവേ എന്നത് പ്രധാനമാണ്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കും. സ്വകാര്യ പങ്കാളിത്തവും കേന്ദ്ര പദ്ധതികളും സംസ്ഥാനത്തിന്റെ ഇടപെടൽ കുറച്ച് നടപ്പാക്കും. അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താനാണ് ഇന്ത്യയുടെ ശ്രമം. ശബരിമല സ്വർണ്ണമോഷണത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തുമെന്നും ക്ഷേത്രഭരണത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും NDA വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 3 മുന്നണികളും വമ്പൻ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. പെൻഷൻ എല്ലാവരും 3000 രൂപയാക്കി ഏകീകരിച്ചപ്പോൾ വികസന പദ്ധതികളിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഉള്ളത്. സിൽവർ ലൈൻ വേണമെന്ന് LDF പറയുമ്പോൾ വേണ്ടെന്ന് UDF പറയുന്നു. പകരം മറ്റൊരു സ്പീഡ് റെയിൽ NDAയും മുന്നോട്ട് വയ്ക്കുന്നു. 3 മുന്നണികളും അടുത്ത 5 വർഷത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വമ്പൻ വികസന ക്ഷേമ വാഗ്ദാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ആര് ഭരണത്തിലെത്തിയാലും അവർ ഉറപ്പിച്ചു പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കുമോ എന്ന് നമുക്കറിയണ്ടേ? അല്ലാത്ത പക്ഷം അത് നമുക്ക് ചോദ്യം ചെയ്യണം. ഈ വാഗ്ദാനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അവരെ അഭിനന്ദിക്കാനും വിമർശിക്കാനും നമുക്ക് കഴിയണം. അതിനാണ് ഈ വീഡിയോ സേവ് ചെയ്തു വയ്ക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചത്. ലോകം അനുദിനം പുതിയ വികസന സംസ്കാരത്തിലേക്ക് നീങ്ങുമ്പോൾ കേരളം പിന്നിലാവരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഞാൻ എത്തുന്നത് നേരത്തെ സൂചിപ്പിച്ച 2ാം LDF സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡുമായാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് അവതരിപ്പിച്ചത്. പ്രകടന പത്രികയിലെ 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുകയാണ്. വിശദമായി പറഞ്ഞാൽ ഭൂമിയും വീടും ജനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി. 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകി. 16 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകി. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമായി മാറ്റാൻ നടപടികൾ. ഭരണ സേവനങ്ങൾ ലളിതമാക്കി. 82 ലക്ഷം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കിയിരിക്കുന്നു. PSC വഴി 3,13,202 നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു. കൂടാതെ 2,66,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് പ്രോഗ്രസ് കാർഡിലുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മുൻപിലുള്ള അവസരമാണ്. മുഖ്യമന്ത്രിയുടെ ഈ പ്രോഗ്രസ് കാർഡ് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതാണോ? ഇതൊക്കെ നടപ്പാക്കിയോ അതോ നടപ്പാക്കിയില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേഗത്തിൽ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ വസ്തുനിഷ്ഠമായ കമന്റുകൾ ഉൾപ്പെടുത്തി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. എല്ലാം അറിയാൻ ദ പ്രോഫിറ്റ് ന്യൂസ്.